KCV ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടുംബശ്രീ സംസ്ഥാന ജില്ലാ മിഷനുകളിൽ ഒഴിവുള്ള സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ അല്ലെങ്കിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ തസ്തികകളിലേക്ക് കരാർ വ്യവസ്ഥയിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട്. അപേക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ജോലി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും താൽപ്പര്യപ്പെടുന്നു. കുടുംബശ്രീയുടെ കീഴിൽ ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് സംസ്ഥാന ജില്ലാ മിഷനുകളിൽ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ അല്ലെങ്കിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ തസ്തികയിലേക്കാണ്. തസ്തികയുടെ പേര് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ അല്ലെങ്കിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ മൈക്രോ എൻ്റർപ്രൈസസ് ഓർഗനൈസേഷൻ ആൻഡ് FI മാർക്കറ്റിംഗ് SVEP. ഒഴിവുകളുടെ എണ്ണം ഇപ്പോൾ നിലവിൽ ഒരെണ്ണമാണ് പറയുന്നത് എങ്കിലും ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായേക്കാമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നിയമന രീതി കരാർ നിയമനമാണ്. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന വരെയായിരിക്കും കരാർ കാലാവധി. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റിൽ PG ഉണ്ടായിരിക്കണം. പ്രായപരിധി 31/7/2025 40 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല. പ്രവൃത്തി പരിചയം സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ, പ്രോജക്റ്റുകൾ എന്നിവയിൽ മൈക്രോ സംരംഭങ്ങൾ, മൈക്രോ ഫിനാൻസ്, ഓർഗനൈസേഷൻ, മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലോ കുടുംബശ്രീ മിഷനിലോ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. വേതനം പരമാവധി 30,000 രൂപ ഒരു മാസത്തിൽ എന്നുള്ള നിലയ്ക്കാണ് അംഗീകരിച്ചിട്ടുള്ളത്. ജോലിയുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കി വരുന്ന മൈക്രോ സംരംഭങ്ങൾ, മൈക്രോ ഫിനാൻസ്, ഓർഗനൈസേഷൻ, മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, പുതിയ ആശയങ്ങൾ വികസിപ്പിക്കുക, പദ്ധതി ആസൂത്രണം, പോളിസി തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് പോകേണ്ടി വരും. അപേക്ഷാർത്ഥികൾ 500 രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ്. അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. നിയമനം സംബന്ധിച്ച നടപടികൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇൻ്റർവ്യൂവുമോ ഏതാണ് ആവശ്യമായത് എന്ന് പരിശോധിച്ച് അതുപ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10/9/2025 വൈകുന്നേരം 5 മണിയാണ്. ഓൺലൈൻ അല്ലാതെയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. പരീക്ഷാ ഫീസ് അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. പ്രസ്തുത തസ്തികയിലേക്ക് ആവശ്യപ്പെട്ട പ്രവൃത്തി പരിചയം നിയമനം ലഭിക്കുന്നതിനുള്ള നിബന്ധന മാത്രമാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വിശദമായി പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.